ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുജറാത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഢോക്ലേൻ്റെ റെസിപ്പിയാണ്. നമ്മളിന്ന് റവ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഢോക്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് റവയാണ്. ഞാൻ ഒരു മെഷറിംഗ് കപ്പല്ല, ഒരു ബൗൾ സെറ്റ് ചെയ്തിന്. ഇപ്പോൾ ഈ തൈരെടുത്ത ഒരു ബൗൾ കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് ഫുള്ള് റവ എടുത്തത്. അതിൻ്റെ പകുതിയാണ് ഞാൻ തൈരെടുത്തത്. അപ്പം നിങ്ങളൊരു മെഷറിങ് സെറ്റ് ചെയ്യുക. ഒരു ബൗള് ഫുള്ള് റവ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് നമുക്ക് തൈര് ആവശ്യമുണ്ട്. അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെയിം ഈ ഒരു ബൗൾ കൊണ്ട് തന്നെ ഒരു ബൗള് ഫുള്ള് വെള്ളം ആഡ് ചെയ്യണം. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യണ്ട, മെല്ലെ മെല്ലെ ആഡ് ചെയ്താൽ മതി. മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതിൻ്റെ ബാറ്റർ വേണ്ടത്. ഞാനിപ്പോൾ ഒരു ബൗൾ ഫുള്ള് ഇതിൻ്റെ അകത്ത് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. നല്ലോണം തന്നെ മിക്സാക്കണം. ആകെ ഇതിൻ്റെ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കൽ എന്നാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു പണിയുമില്ല. നമ്മളിത് സ്റ്റീം ചെയ്യുന്നതാണ്. 10 മിനിറ്റും വേണ്ട, ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്റ്റീമായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗുജറാത്തിൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ഢോക്ല. പക്ഷേങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ട്രിക്ക് പറഞ്ഞുതരാം ലാസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് നല്ലോണം മിക്സ് ആക്കണം. അപ്പം ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫസ്റ്റ് മിക്സാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം റവ ഒന്ന് പൊന്തി വരണം. ഇപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം കാണാം, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ യൂസ് ചെയ്തത് 1 കപ്പ് റവയിൽ പകുതി കപ്പ് തൈരും 1 കപ്പ് വെള്ളവും, ഇപ്പം കുറച്ച് വെള്ളവും. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? പകുതി കപ്പ് തൈരും 1.5 കപ്പ് വെള്ളവും ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ട. ജസ്റ്റ് ഇഡ്ഡലി ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാവുക, ഇഡ്ഡലി ബാറ്റർ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് ജീരകമാണ്. ജീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അതുകൊണ്ട് അതെന്തായാലും ആഡ് ചെയ്യുക നിങ്ങൾ. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട. കാരണം നല്ല എരിവ് ഉണ്ടാവും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. സ്പൈസി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തായാലും ആഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. ബേക്കിംഗ് സോഡ എന്തായാലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈനോ ഫ്രൂട്ട് സോൾട്ട് ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയി കിട്ടൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഒന്നുകിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈനോ ഫ്രൂട്ട് സോൾട്ട് ആഡ് ചെയ്യാം. ഏതായാലും പ്രശ്നമില്ല. എന്നിട്ടൊന്നിത് ഫ്ലഫി ആവുന്നവരൊന്ന് മിക്സ് ചെയ്യണം. അധികം ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുക. ഇഡ്ഡലി ബാറ്റർ പോലെ ആകുന്നവരെ വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതിന്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വേണം. അത് ഞാൻ ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ സ്റ്റീമറിനകത്ത് നമുക്ക് വെക്കാൻ പറ്റിയൊരു പാത്രം എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റീമർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എന്തായാലും ഓയിൽ കൊണ്ട് എന്തായാലും ഗ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ അടി പറ്റി പിടിക്കും. എന്നിട്ട് ഇതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് വെച്ചിട്ടൊന്ന് മൂടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമർ യൂസ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഇട്ടൊന്ന് പൊന്തിച്ചെടുത്താൽ മതി. ക്ലീനായിട്ട് സ്പൂണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഢോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ പണിയും കൂടെ ഉണ്ട്. ഫസ്റ്റ് നമുക്കിത് ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇത് മാറ്റുന്നേരം ഇത് ഞാൻ ടിഫിൻ ബോക്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ മേലെ കുറച്ച് തടിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചിടുമ്പോൾ ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഇത് പുറത്തെടുത്തത്. വേഗം തന്നെ കിട്ടും. നിങ്ങൾക്ക് കാണാം ഇത് നല്ല സ്പോഞ്ച് ആയിട്ടാണ് കിട്ടിയത്. ഇനി നമുക്കിത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ പീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നല്ല വൃത്തി തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പീസ് എടുത്ത് കാണിച്ചിട്ട് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടായത്. നിങ്ങൾക്ക് കാണാം ഇപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടായത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ, ഇങ്ങനെ തന്നെ കറീൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിലിട്ടിട്ട് അതിൻ്റെ അത് കടുക് പൊട്ടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് മെയിനായിട്ട് ഗുജറാത്തിൽ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കറി ലീവ്സ്, പിന്നെ പച്ചമുളക് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം, ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം, നമ്മൾ ഓയിൽ ഡയറക്റ്റ് മുളകിടുമ്പോൾ നല്ലോണം തെറിക്കും. അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഢോക്ല കടലമാവ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കും. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കുറച്ച് അധികമാണ് ആഡ് ചെയ്യുക ലാസ്റ്റിൽ. പക്ഷേങ്കിൽ ഇത് റവ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. എന്നിട്ട് വെള്ളം ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പഞ്ചസാര ഒന്ന് നല്ലോണം മിക്സ് ആക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മധുരവും എരിവിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടമില്ലെങ്കിൽ ലാസ്റ്റ് ഈ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി ഫുൾ ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചത് ഇത് ഫുള്ള് ഢോക്ലേൻ്റെ മേലെ ഇട്ടെടുക്കുക. ഇങ്ങനെ വെള്ളം ഇടുമ്പോൾ ഢോക്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്കണം നിങ്ങൾ. എന്നിട്ട് ഇത് കറീൻ്റെ കൂടെ കൂട്ടിയാൽ മതി. ഭയങ്കര സ്പൈസി ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള കറി യൂസ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ചട്നി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഢോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ ചാനലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.